എന്ത് ഭംഗിയുള്ളൊരു സ്ഥലമാ. കുട്ടനാടിൽ ഇതുപോലൊരു സ്ഥലമില്ല. നല്ല പച്ചപ്പുള്ള പാടം. പക്ഷേ ഇവിടെ ആവശ്യമില്ലാത്തൊരു സാധനം ഈ ഗ്രാമത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് ഇതെന്തോ ഇത്? ബസ് സ്റ്റോപ്പ് അല്ലേ? ഇതെന്തിനുള്ള സാധനം ഇത്? അത് ബസ് കാത്ത് നിൽക്കാനുള്ള സാധനം. എന്നാൽ അങ്ങനെ ഒരു സാധനം ഇതിലേക്കൂടെ ഓടുന്നില്ല. അങ്ങനെ ഒരു സാധനം ഓടണമെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് ഇതിലേക്കൂടെ ഒരു റോഡ് വേണം. അതുമില്ല. പിന്നെ ഇതുകൊണ്ട് എന്തുപയോഗമെന്നായിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നത് അല്ലേ? അതെ. രാത്രി 8 മണി കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധർക്കിരുന്ന് ഇത് തീർത്ത് ഇതിന് മാത്രമേ കൊള്ളാത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിനകത്തൊരു സാധനം എഴുതി വെച്ചിരിക്കുന്ന MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അടങ്കൽ തുക 45 ലക്ഷം. ഈ അടങ്കൽ തുക എന്തോന്നറിയോ? ഇല്ല. ഇതിന് കൂടി വന്ന ഒരു 10-25,000 രൂപ ചെലവായി കാണും. ബാക്കി അടപടല അങ്ങ് കൊണ്ടുപോയി. അതാണ് സാധനം. പിന്നെ ആവശ്യമുള്ളൊരു സാധനമുണ്ട് ഇവിടെ ഈ പഞ്ചായത്തില്. ഒരു MP ഫണ്ടിൽ നിന്നും ഒരു സാധനം, ഒരു ഐമാസ് ലൈറ്റ്. നല്ലല്ലേ അത്? ഈ സാധനം കത്തിയെന്നാന്നറിയോ? ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന്. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം കത്തിയായിരുന്നു. അതല്ലേ പിറ്റേ ദിവസം വൈകുന്നേരം കത്തിയില്ലേ അത്? അയ്യോ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കത്തല്ല. ഈ പുല്ലെല്ലാം കൂടെ നിന്ന് കത്തി. എന്തൊരു വെട്ടമായിരുന്നെന്ന്. അന്ന് മാത്രമേ ഇത് കത്തിയിട്ടുള്ളൂ. പിന്നെ അതിന്റെ താഴെ കൂടെ കൊണ്ടുകൊടുത്തിട്ടുണ്ട് MP ഫണ്ടിൽ നിന്നും അടങ്കൽ തുക 7 ലക്ഷം. ഇതിന്റെ കമ്പിയുടെ വണ്ണം നോക്കിക്കേ. ഇത് ഇട്ട MP-യുടെ വീടിന്റെ അവിടെ ഈ ഡ്രൈനേജിലേക്ക് പോകാൻ ഒരു വലിയൊരു കുഴലിട്ടിട്ടുണ്ട്. ഈ പിടിച്ചാപ്പിടി പറ്റത്തില്ല. ആ 7 ലക്ഷം എങ്ങോട്ട് അടങ്കൽ തുക? അല്ല, ഞാൻ ഏത് അതാണ് ഈ കേരള. നീ ഇതങ്ങോട്ട് പോകുന്നടാ? നീ ഇതങ്ങോട്ട് പോകുന്നു? ഞാനെങ്ങോട്ട് പോണെന്നോ? ഞാൻ എപ്പോഴും എങ്ങോട്ടാ പോണ? ഞാനിവിടെ വന്നി. ഇവിടെ ഇരിപ്പില്ല എന്റെ പരിപാടി. അത് ശരി. നിനക്ക് എന്നെ പ്രാന്ത് പിടിച്ചാ? എന്ത് തന്നെ ഇന്ന് വർത്താനം പറയണത്? തന്നെ ഇന്ന് വർത്താനം പറഞ്ഞല്ല. പിന്നെ ഇന്നത്തെ പ്രത്യേകത അറിയോ? എന്താണ്? എടാ, ഇലക്ഷന്റെ റിസൾട്ട് വരികയല്ലേ? അതല്ലേ. നീ സുരേഷിനെ കണ്ടാ? ഇവിടെ ഞാൻ അവനെ കണ്ടില്ല. സാധാരണ അവനെ ഇവിടെ കാണുന്നതാണല്ലോ. എടാ, അവൻ ഇന്ന് വരാത്തന്റെ കാര്യം അറിയോ? എന്താ? ഞാനുമായിട്ട് പന്തയം വെച്ച്. എന്ത്? അവന്റെ പാർട്ടി ജയിക്കണം ഞാൻ മീശ എടുക്കാന്നും, എന്റെ പാർട്ടി ജയിക്കണം അവൻ മീശ എടുക്കാന്ന്. പക്ഷെ ഇന്ന് ഉച്ച വരെ അവന്റെ പകുതി മീശ പോയി നിൽക്കുക. 35 നിൽക്കുക ആ സാധനം. അവനെ എല്ലായിടത്തും പോയി വെച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ. പിന്നെ എല്ലായിടത്തും പന്തായം പോയി വെച്ചിരിക്കല്ലേ? ആ ചായക്കടയിലൊക്കെ വെച്ചിരിക്കുകയാണ്. അവന്റെ 75 നിൽക്കുക. നമുക്കറിയാടാ, നമുക്കറിയാം ഇത് ആര് ജയിക്കും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആര് ജയിക്കും നമ്മളൊക്കെ കുറെ കണ്ടതല്ലേ നമ്മളെ. എടാ, എന്തായാലും ഒരു കാര്യം പറയാം. നിങ്ങളുടെ പാർട്ടി ജയിച്ചിട്ട് ഒരു ഗുണവും ഇല്ല ഇവിടെ. എന്താ നിങ്ങളുടെ പാർട്ടി ജയിച്ചിട്ട് ഒരു ഗുണവും? നിങ്ങൾ ഈ വാർഡിന് വേണ്ടി എന്ത് ചെയ്ത്, ഈ പഞ്ചായത്തിന് വേണ്ടി എന്ത് ചെയ്തെന്ന് പറ. എന്റെ പൊണ്ണു സുഹൃത്തെ, ഞങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവാ? എടാ, ഞങ്ങൾ നിന്റെയൊക്കെ പുറകെ എന്ന് പറഞ്ഞ് മെമ്മോറാണ്ടം തയ്യാറാക്കി നിന്റെയൊക്കെ പാർട്ടി കൊടുത്തിട്ട് നിങ്ങൾ പാലം കൊണ്ടുവന്നാ ഇവിടെ. പാലത്തിനുള്ള പേപ്പർ കംപ്ലീറ്റ് റെഡിയാക്കി വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ ചെക്ക് ചെയ്തത്. തോടില്ലാത്തടത്ത് എന്തിനാണ്? അതാണ് പറഞ്ഞത്. നിങ്ങൾ ആദ്യം ഒരു തോട് കൊണ്ടുവരണമായിരുന്നു. എന്നിട്ട് അതിന്റെ മേളിൽ കൂടെ ഒരു പാലം കൊണ്ടുവരണമായിരുന്നു. ചെയ്തോ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പോയാ ഇവിടുന്ന്. എന്തായാലും ഈ വാർഡിലെ കുളത്തിന്റെ മേളിലൂടെ ഒരു പാലം മസ്റ്റ് വേണം. ഞാനിവിടെ കൊളയില്ല. നിങ്ങൾ ഭരിച്ചു കൊളവാക്കി വെച്ചിരിക്കല്ലേ ഇവിടെ മൊത്തം. എടാ, ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കണോണ്ട് നാട്ടുകാർക്ക് ഭയങ്കര കലിപ്പാണ്. അതെന്താ? നമ്മള് പണിക്ക് പോകണില്ലടാ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ചങ്കാണല്ലോ നമ്മള്. എടാ, അത് പണിക്ക് പോകണം. പണിക്ക് അന്വേഷിച്ച് വീട് നമ്മൾ പുലർത്തണം. വീട് ഭാര്യയും മക്കളെ നോക്കി നമ്മൾ അങ്ങനെയല്ലടാ. നമ്മളിപ്പോ എനിക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ട്. എന്ത്? ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് പിള്ളേരില്ല, പിന്നെ ഞാൻ ഇതിന് പണിക്ക് പോകണം. എടാ, നിനക്ക് ഭാര്യയും മക്കളും ഇല്ല. നിനക്ക് ജന്മം തന്ന അച്ഛനും അമ്മയില്ലേ? അമ്മയ്ക്ക് പണിയെടുത്ത് കൊടുക്കണം. ഈഗോ ആർക്ക്? അച്ഛന്. ഇതുപോലെ ഈഗോ ഉള്ള ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനെങ്ങാനും പണിയെടുത്ത ഈഗോ അടിക്കൊന്ന് പുള്ളിക്ക്. ഈ കഴിഞ്ഞ ദിവസം നീ അറിഞ്ഞാന്ന് എനിക്കറിയാമല്ല, അച്ഛന്റെ പറങ്ങാണ്ടി ഞാൻ എടുത്ത് വിറ്റ്. അച്ഛൻ പെറുക്കി കൊണ്ടുവന്ന് വെച്ച പറങ്ങാണ്ടി വിറ്റ് ഞാൻ പച്ചക്കറി മേടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്ത് അമ്മ ആ പച്ചക്കറി വേവിച്ച് കൊണ്ടുവന്ന് വെക്കുകയും അച്ഛൻ വന്ന് നോക്കിയിട്ട് ഒരു പച്ചത്തെറി. പിന്നെ അങ്ങനെ തെറി പറയായിരിക്കും. എന്താ? അച്ഛന്റെ പറങ്ങാണ്ടിയല്ലേ? അതല്ലെന്ന്. അച്ഛൻ പറങ്ങാണ്ടി വിൽക്കണം. കൊണ്ടുവന്ന് പറങ്ങാണ്ടി വിറ്റ് അതല്ലെന്ന്. ഇതൊക്കെ പോട്ടാ. അന്നത്തെ ദിവസം പട്ടിണി. അച്ഛൻ ചൂടായാൽ ഞങ്ങളെ വീട്ടിൽ പട്ടിണിയാണെന്ന്. അതെങ്ങനെയാണ് അച്ഛൻ ചൂടായ പട്ടിണി? വീട്ടിൽ ഒന്നും വെക്കത്തില്ലേ? വീട്ടിൽ വെക്കും. അച്ഛൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മൊത്തം എടുത്ത് കഴിക്കും. ഞങ്ങള് പട്ടിണി എടുക്കും. അത് ദേഷ്യം എന്നല്ല പറയുന്നത്. പിന്നെ അതിന് ആക്രാന്തം എന്ന് പറയും. പിന്നെ അതൊക്കെ പോട്ടെ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണമെന്ന് വെച്ചിരിക്കുകയാണ്. വല്ല വള്ളിക്കെട്ടുകൊട്ടായിരിക്കും വരുന്നത്. അതല്ല പല്ലുവേന എടുക്കുന്ന അതല്ലെന്ന്. നമ്മളാ പാലയില്ലടാ. പാലം ഉണ്ടല്ലേ? നമ്മളാ പാലത്തിന്റെ അടിയിലത്തെ ഒരു വീടില്ലേ? പാലത്തിന്റെ അടി വീടില്ല, പാലത്തിന്റെ അടി തൂണല്ലേ? ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കും. പറ. ആ വീടിന്റെ തൊട്ടിപ്പുറത്ത് കണ്ട ദിവാർജന്റെ വീട് അറിയോ? ദിവാർജന്റെ മകളില്ലേ? ദിവാന്റെ ആണ് സുനിയുടെ ആണോ? സുനി ചേട്ടൻ
സുനിയ ഞങ്ങള് ദിവാരൻ ചേട്ടാന്ന് വിളിക്കുന്നത് വഴിയുള്ള ഒരു ബന്ധമുണ്ടല്ല. അങ്ങനെ പേര് മാറ്റാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ദിവാരൻ ചേട്ടാന്ന് ഇവന് ഇഷ്ടമല്ല. അങ്ങനെ പേര് പറ്റുമോ? സുനിയ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. ദിവാരാന്ന് വിളിച്ചു വിളിക്കൂ. അത് ഇളയ മാളുണ്ടല്ലോ. ഇളയമകള് അതിന് എന്നെ കാണുമ്പോ ഒരു ചിരി. അതിന് ഞാൻ നിന്നെ കാണുമ്പോഴും ഞാനും ചിരിക്കുമല്ല. നീ എന്തിനാ എന്നെ കാണുമ്പോ നിന്റെ കോലം കണ്ടിട്ട് അതുകൊണ്ടായിരിക്കും ആ പെണ്ണ് ചിരിക്കുന്നത്. ആ പെണ്ണിന് എന്തോ ഉണ്ട് എന്നെ കാണുമ്പോ, അതാണ്. അല്ല, ആ പെണ്ണിന് എന്തോ ഉണ്ടില്ലെങ്കിൽ നിന്നെ നോക്കി ചിരിക്കും. ഒരു ചെറിയ മമത എന്നെ എപ്പോ നോക്കി. മമത ബംഗാളിലല്ലേ? അതല്ല, നീ സീരിയസ് ആയിട്ട് എടുക്ക്. ആ പെണ്ണ് എന്നെ ഇഷ്ടമാണ്. നിന്നെ ഇഷ്ടമാണ്? ആ പെണ്ണെങ്ങനുണ്ട്? പെണ്ണെങ്ങനുണ്ട്? അത് കേട്ടെ. പെണ്ണിനെ കാണണം എന്റെ പൊന്നളിയാ. കണ്ണൊക്കെ ഇല്ലേ? കണ്ണൊക്കെയാ? കണ്ണ് കണ്ണ് തക്കാളി പോലെ ചുമന്ന കണ്ണ്. ഓഹോ. ചുണ്ടൊക്കെ ഇല്ലേ? ചുണ്ടൊക്കെയാ? ചുണ്ട് ചുണ്ട ക്യാരറ്റ് പോലെ ചുമന്നതാണ്. മുടിയൊക്കെ ഇത്രോ ഉണ്ട്. മറ്റേ ഇത് കഴിഞ്ഞ് കിടക്കുവോ? അതും കഴിഞ്ഞ് കിടക്കുവോ? എന്റെ പൊന്നാളി അവളൊന്നും വന്ന് നിന്നാണല്ല, ഫ്രണ്ടിൽ വന്ന് നിന്നാ ഒന്നും കാണാൻ പറ്റില്ല. അതെങ്ങനെ നീ അവിടെ പുറകെ പോയി എന്ത് കാണാനാണ്? അതല്ലെന്ന്, അത്രക്കൊരു ഇതാണ്. ഇഷ്ടമാണ് നിനക്ക്? പിന്നെ ഞങ്ങളെ ഇഷ്ടമാണല്ല. അതല്ലാണ്ട് പ്ലാൻ എന്തുവാ? അതാ എടാ, അതാണ് ദിവാകരൻ ചേട്ടൻ പോകുന്ന. അത് ദിവാരൻ ചേട്ടോ. ഓ, എവിടെ പോ? എടാ ഇച്ചിരി പണിയുണ്ടോ? പണിക്ക് പോകണം. എന്റെ പൊന്നി ചേട്ടാ, നിങ്ങളുടെ പ്രായമെങ്കിലും നോക്ക്. 10-75 വയസ്സായി വീട്ടിലെങ്ങാണെങ്കിൽ പണിക്ക് പോകുന്നു, വേറെ പണിയൊന്നുമില്ല. എടാ കാള പോലെ വളർന്നിട്ട് നീയൊക്കെയോ പണിക്ക് പോകത്തില്ല. ഈ പണിക്ക് പോകുന്നവന്മാരെ കൂടെ എന്തിനാണ് തടസ്സപ്പെടാൻ നിൽക്കുന്നത്? എടാ നല്ല പ്രായമല്ലേടാ നിന്റെ ഇപ്പം. എടാ ഇനിയെങ്കിലും നോക്കിയും കണ്ട് നടക്കാൻ നോക്കടാ ചെറുക്കന്മാരെ. പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മള് നോക്കിയും കണ്ട് നടക്കണം. എന്താ പറയാൻ ചേട്ടാ? പുള്ളി നോക്കിയും കണ്ട് നടന്നോന്ന്. അതിന്റെയാണ് ആ സ്പഞ്ച് കേട്ടില്ലേ? അതൊക്കെ പെണ്ണിനെ എങ്ങനെയെങ്കിലും നീ ഒന്ന് സെറ്റ് ചെയ്ത് എനിക്ക് തരണം. നീ വിചാരിച്ച നടക്കൂന്ന് എനിക്ക് ഉറപ്പാണെന്ന്. ഞാനാ? നീ വിചാരിച്ചാൽ അത് നടക്കുള്ളൂ, എനിക്കറിയാം. എടാ, നീ ആവശ്യമില്ലാത്ത പണി, നീ ഉള്ള വള്ളിയെല്ലാം കൂടെ എന്റെ തല വെച്ച് വരല്ലേ? നിനക്ക് പെണ്ണ് കിട്ടിയ? പിന്നെ എനിക്ക് പെണ്ണ് കിട്ടിയില്ലേ? നിനക്ക് പിന്നെ കിട്ടുമല്ലടാ. നിനക്ക് 40,000 രൂപ ശമ്പളം ഉണ്ട് മാസം. കാര്യം അതിനുള്ള ജോലി ഉണ്ടല്ലോ നിനക്ക്. എവിടെ? ഇവിടെ ഒന്ന് സ്ഥിരമായിട്ട് വന്നിരിക്കണം. അല്ല, നിനക്ക് പിന്നെ ലക്ഷങ്ങളുടെ പുറത്ത് കിടന്നാണല്ലോ നീ ഉറങ്ങുന്നത്. അതെന്നാ? അല്ല, ഈ ബസ് സ്റ്റോപ്പിൽ കിടന്നാലേ നീ ഉറങ്ങുന്നത്. അടങ്കൽ തുക 45 ലക്ഷം. ഇപ്പൊ അത് പറയാനായിട്ടാണ് നമ്മൾ വന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്കത് ആ പെണ്ണെ കാണണം, കല്യാണം കഴിക്കണം, 5 കുട്ടികൾ ഉണ്ടാവണം, സിംഗപ്പൂർ പോകണം. 5 കുട്ടികൾ സിംഗപ്പൂരിൽ പോണം, ഹണിമൂൺ. ഫിക്സ് ചെയ്ത്? പെണ്ണിനെ കണ്ട പോലും ഇല്ല. അതുക്ക് മുമ്പേ സിംഗപ്പൂർ ഹണിമൂണൊക്കെ എന്റെ ഒരു ആഗ്രഹം വെച്ച് പറഞ്ഞതാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും എനിക്ക് ആ പെണ്ണിനെ എനിക്ക് ഇഷ്ടാടാ. അതെ, എനിക്ക് ആ പെണ്ണെ വേണം. ഞാനെങ്ങാനും എലക്ഷൻ ജയിച്ച് മന്ത്രിയായാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാം? എന്താ? ഞാൻ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് ഇങ്ങനെ പറയും, സുധീർ എന്ന ഞാൻ പറയുമ്പോ കയ്യടിയുടെ ബഹളമായിരിക്കും ആൾക്കാർ, അണികള്. തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞ കണ്ടല്ലേ? അല്ല, ഞാൻ അങ്ങനെ മുഖ്യമന്ത്രി ആയാൽ നീ മുഖ്യമന്ത്രി ഇവിടെ പെണ്ണുങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യം ഞാൻ ഇവിടെ ചെയ്യും. എന്താ നീ നാട് വിട്ടു പോകാൻ വേണം? ഞാൻ പറഞ്ഞത് ഈ നാട്ടിലുള്ള മദ്യശാലകൾ മുഴുവൻ ഞാൻ അടച്ചു പൂട്ടും. എന്തിനാ? എന്നിട്ട് പൈപ്പ് ലൈൻ വഴി വീട്ടിൽ കൊടുക്കും. പാലാരിവട്ട പൈപ്പാണ്. പിന്നെ എവിടെയാണ്? എടാ, പൈപ്പ് ഗ്യാസ് കൊടുക്കുന്നില്ല, അതുപോലെ നമ്മൾ കൊടുക്കുമെന്ന്. ഈ പൈപ്പിട്ട് വീട്ടിൽ മദ്യം കിട്ടും. അതുകൊണ്ട് എന്താ പ്രയോജനം? പെണ്ണുങ്ങൾക്ക് പ്രയോജനം എന്താണ്? എന്താ പ്രയോജനം? എടാ, രാവിലെ ആമ്പിള്ളാര് പണിയെന്നും പറഞ്ഞ് കൈക്കോട്ടുമൊക്കെ എടുത്ത് പണിക്ക് പോകത്തില്ലേ? അവർ 5 മണി കഴിഞ്ഞ് എങ്ങോട്ടാ ഓടുന്നത്? എങ്ങോട്ട്? ബീവറേജിലേക്ക്. അറിയാല്ലേ? ബീവറേജിലേക്ക് പോകും. ഇത് 9 മണി വരെ അവിടെ ചെന്ന് നിൽക്കും. സാധനം കിട്ടിയില്ലെങ്കിൽ എങ്ങോട്ട് പോകും? 12 മണി വരെ ബാറ് തുറന്ന് വെച്ചിരിക്കുന്നു. അങ്ങോട്ട് പോകും. അവിടെ ചെന്നിട്ട് അത് അടിച്ചിട്ട് വീട്ടിൽ വരുമ്പോ രാത്രി 1 മണി. പെണ്ണുങ്ങൾക്ക് സൂഹിക്കുവാ? ഇല്ല. അവര് വഴക്കുണ്ടാക്കത്തില്ലേ? ഉണ്ടാക്കും. പൈപ്പിലാണെങ്കിൽ ഇതെല്ലാം ഓക്കെയാ. 5 മണി കഴിഞ്ഞ് പണി കഴിയുന്നവൻ 5:05 വീട്ടിൽ വരും. ടാപ്പ് തുറക്കുന്നു, അടിക്കുന്നു, ടാപ്പ് തുറക്കുന്നു, അടിക്കുന്നു. അപ്പൊ ബിസ്കി വേണമെങ്കിൽ മദ്യം തരാന്ന് പറഞ്ഞിട്ടുള്ളൂ. ബിസ്കി ഒക്കെ വേണമെങ്കിൽ വേറെ പൈപ്പ് ഇടണം. അങ്ങനെയാണോ? എടാ, ലാഭമുണ്ട്. പെറ്റി അടിക്കത്തില്ല പോലീസുകാർ. എന്തൊക്കെ ലാഭം തള്ളമാർക്കും പെണ്ണുങ്ങൾക്കും. അവർക്ക് സന്തോഷമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രി ആവണം. പിന്നെ നീ പാകും. പോടാ, അവന് തുടങ്ങി. കൊച്ചിനെ ശ്രദ്ധിച്ചാ മതി. എന്തിന്? ഇതാണ് ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞത് മറ്റേ സുധിച്ചേട്ടന്റെ ഏത് കാര്യമല്ലേ പറഞ്ഞത്? അയ്യേ, സുധിച്ചേട്ടന്റെ മകള്.
അതിന് ആർക്ക് വേണം അതിനാ? നീ പിന്നെ പറഞ്ഞ മുട്ടോളം മുടിയുണ്ടെന്ന് പറഞ്ഞ പെണ്ണി മുടിയല്ല തിരുപ്പനാണത്. അതിനൊന്നും ആർക്കും വേണ്ട. അപ്പൊ പല്ല് പച്ചരി പല്ലെന്ന് പറഞ്ഞു. പല്ല് പൊങ്ങിയിരിക്കും. തക്കാളി കണ്ണ്. തക്കാളി കണ്ണല്ല അത്, ചെങ്കണ്ണ്. ഇതങ്ങനെയല്ല. പിന്നെ ഇതിന് മിക്കപ്പോഴും ഞാൻ കാണാറുണ്ടെന്ന്. ഇപ്പഴേ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിട്ടൊരു നോട്ടമുണ്ട്. അളിയാ, ഈ പെണ്ണാണ് ഞാൻ പറഞ്ഞ 5 കുട്ടികൾ സിംഗപ്പൂരിൽ. എന്റെ മനസ്സിലെ ആഗ്രഹമാണ്. അളിയൻ സാധിച്ചു തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ഇന്നെ വളച്ചൊതുക്കി തന്നെ. എനിക്കൊരു സംശയം. ഇത് നമ്മുടെ സുരേഷിന്റെ പെങ്ങളാണോടാ? അല്ല, സുരേഷ് ഒറ്റമൂലിയല്ലേ? ഒറ്റൊരുത്തരല്ലേ അവന്റെ വീട്ടിൽ? എടാ അതല്ലത്, അവനെ പോലെ. ഏയ് എന്തായാലും ഒരു കാര്യമുണ്ട്, നിനക്ക് ഇഷ്ടമാണ് നീ എന്ന് പറയാം. എന്നെ പിടിച്ചല്ലേ? എടാ അളിയാ, അത് ഞാൻ പറഞ്ഞത് ശരിയല്ല. നീ ഇങ്ങോട്ട് വന്നേ. നീ ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റ്. ഞാനെന്ത് പറയാം? നീ എന്നിട്ട് പറഞ്ഞ എനിക്ക് ഇഷ്ടമാണ് സംഭവം എന്ന് പറഞ്ഞാൽ മതി. എടാ ഞാനത് നീ എന്തെങ്കിലും ഇത് ചോദിക്ക് എന്തെങ്കിലും ചോദിക്ക്. കൊലക്ക് കൊടുക്കുന്നത്. എടാ ചെല്ലട തല ചൊറുക്കാനാണല്ലോ പറഞ്ഞത്. അയ്യോ എന്നാ തല ചൊറിക്കോ? തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി എന്തിനാടാ? നീ പെട്ടെന്ന് ചെന്നപ്പോ എന്റെ വായിലതാ വന്നാ. അതല്ല ചോദിക്കേണ്ടത്, മനസ്സിൽ കൊള്ളുന്നത് ചോദിക്ക്. എങ്ങനെ ഇത് ചൊറുകല്ലേ? വിട്ടടാ. മൂക്കളെ അമ്മേ, എടാ എല്ലാം പിടിവിട്ട് പോവാ. എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിയാടാ. നീ ചെന്നിട്ട് ഇത്രയും പറഞ്ഞാ മതി. ശ്രദ്ധിച്ചേക്ക്, കുട്ടി ഒന്നും നോക്കൂ. അപ്പൊ ആ കുട്ടി ഇങ്ങനെ നോക്കുവാൻ പറയണ കുട്ടിക്ക് ആ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഭയങ്കര ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ വേറെ എന്ന് പറഞ്ഞ ഇഷ്ടമാണ്. കല്യാണം കഴിക്കണം, 5 കുട്ടികളുണ്ടാണ്, സിംഗപ്പൂർ പോകണം. അത്രേ ഉള്ളൂ. ഇപ്പോ ഒറ്റടിക്ക് തീർത്തോ. എന്താണോ കല്യാണം കഴിക്കണം, 5 കുട്ടികളാണ്, സിംഗപ്പൂർ പോണം. എന്താ അത് നില്ല്. ഞാൻ അതെ, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഇഷ്ടമാണ്. ആർക്ക്? അയ്യോ എനിക്കല്ല, അമ്മയാണെന്ന് തല്ലല്ലേ. പിന്നെ ആർക്ക്? ലവന്. താൻ എന്ത് അനാവശ്യം എന്നോട് പറഞ്ഞേ? ഞാനല്ല. ഇവിടെ ഒരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാൻ നട്ടല്ലില്ലാത്ത യവനെ പോലുള്ള വക്കാലത്തും പിടിച്ചോണ്ട് ഞാൻ വരേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ തന്നെ നല്ലൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ. സത്യം ഉള്ള കാര്യം പറയാലോ, എനിക്ക് ചേട്ടനെ കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു സ്പാർക്ക് ഫീൽ ചെയ്തു. ഉള്ള കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ചേട്ടനെ ഇഷ്ടം. അതെ, എനിക്ക് ചേട്ടനോട് എന്തൊക്കെയോ മനസ്സ് തുറന്നങ്ങ് സംസാരിക്കണമെന്നുണ്ട്. കൊട എടുത്തിട്ടുണ്ടോ? എന്തിന്? നമുക്ക് പാർക്കിൽ പോവായിരുന്നു. അങ്ങനെ ശീലമില്ല. അതല്ല, പക്ഷെ നമുക്ക് ഇവിടെ ഒരു പ്രൈവസി ഇല്ല. ആ ശല്യക്കാരനൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കാവോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു. അവനെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുമല്ലേ ഇന്ന്. സംഭവം സെറ്റാ. അത്ര കേട്ടാ മതി. അവക്ക് വേറെ ലൈൻ ഉണ്ടെന്ന്. എങ്ങനെ? വിട്ടേരളിയാ കൊള്ളത്തില്ല പെണ്ണ്. വേറെ ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അപ്പൊ എന്റെ സങ്കല്പം അത് വിട്. അതെ, എക്സ്ക്യൂസ് മീ, ചേട്ടനല്ല അല്ലേ? താണ്ട് അവനെ ഇങ്ങ് വിളിച്ചേ. ചെല്ല്. താനിങ്ങി വേടോ. തന്നെ വിളിച്ചത്. എന്റെ പേര് പറയല്ല, അവൻ കൊല്ലുവെന്നാ. ഇല്ല, അവനെ വിളി. ചെല്ല്, പേശ മേടിക്ക്. തനിക്ക് വന്നേ. എനിക്ക് വയ്യ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ, തനിക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കി അങ്ങ് തുറന്ന് പറയരുതായിരുന്നു. പറ്റിപ്പോയി. ഞാൻ മിക്കവാറും ദിവസം ഇവിടെ വരുന്നത് എന്തിനാണെന്നറിയോ? ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. അത് പറഞ്ഞു വിടേണ്ട വല്ല കാര്യമുണ്ടോ? അതും അവന്റെ വന്നിട്ടൊരു വൃത്തികെട്ട നോട്ടം ഉള്ള കാര്യം പറയാലോ. ഇങ്ങനെയുള്ള കൂട്ടുകെട്ട് ചേട്ടാ ഭാവിയിൽ ദോഷം. കേട്ടാ, ഈ സൈസ് വേല അവന്റെ കയ്യിരിക്കണം. ഉള്ള കാര്യം ഞാൻ ചേട്ടന്റെ മുഖത്ത് നോക്കി ഞാൻ പറയട്ടെ, എനിക്ക് ചേട്ടനെയാണ് ഇഷ്ടം.
അതെ എനിക്ക് ചേട്ടനോട് ഹൃദയം തുറന്ന് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു പ്രൈവസി ഇല്ല, അതാണ്. നമുക്ക് ആ. അങ്ങോട്ട് മാറിയതല്ല. അല്ല എന്തിന് ഈ ശല്യക്കാരെ ഇവിടെ നിന്ന് ഒഴിവാക്കാമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചൂടെ? അത് മതി. പൂ പറിക്കുന്ന പോലെ എടുത്ത് കളയില്ല. ഉപദ്രവിക്കണ്ട. ഇല്ല ഓക്കെ ഏട്ടാ. എന്നാലും എനിക്ക് ആ ടൈമിങ് ഭയങ്കരല്ലോ ഇവിടെ. ഓക്കെ ഓക്കെ. സിംഗപ്പൂരാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ ഏട്ടാ. നമ്മൾ നാണയില്ലാത്തവനെ. അല്ല ഞാൻ വേറെ ഏത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടു. എന്ത് എന്താ പേര് പറഞ്ഞില്ല. സൂസി. ഷൂ. ഒന്നുമില്ല. എടാ പിന്നെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയണമെന്ന് വെച്ചാ, എന്താ കാര്യം? നിന്നെ എന്റെ അമ്മ തിരക്കി. നിന്റെ അമ്മ എന്തിനാ എന്നെ തിരക്കുന്നത്? അമ്മ പഴനിക്ക് പോയിട്ട് അരവണ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നു. എനിക്കാ? ഇവ എപ്പ ആ തള്ള കണ്ടാലും എന്റെ മകനെ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ച് പച്ചത്തെറി പറയുന്ന ആ തള്ള എനിക്ക് പായസം കൊണ്ടുവന്നതാ. അത് വേണ്ട. നീ ഇച്ചിരി നേരത്തേക്ക് നീ എന്റെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരുവാ. എടാ നീ അല്ലല്ലോ എന്റെ വീട്ടിൽ പോകേണ്ടത്. എന്ത് മനുഷ്യനാണോ താൻ? എന്റെ അമ്മേനെ ഒന്ന് കാണണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടോ? ഞാനിതാണ് നിന്റെ അമ്മയെ കാണുന്നത്. എടാ ദൈവമാണ് ആ തള്ള. അറിയാവാ? നീ നിന്റെ വീട്ടിൽ പോയി. എന്റെ അമ്മേനെ പറഞ്ഞപ്പോ നീ എന്താ നീ എന്റെ അമ്മേനെ പറഞ്ഞപ്പോ ഇങ്ങനെ ഞാൻ അമ്മയാണ്. നിന്നെ നീ എന്തിനാ നിന്നെയല്ലേ തള്ളു. അതെന്ത് പരിപാടിയാണോ? ബാലൻസ് കളിക്കലും ബാലൻസ് സെറ്റ് നീ കളിക്കലേ. സൂസിയൊന്നുമല്ല. ഇത്രയും നേരമായിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലോ? എടാ ഞാനാടാ സുരേഷ്. എടാ നമ്മളെ മെനങ്ങാന്ന് വെച്ചു വെച്ചാൽ എനിക്ക് ഓർമ്മേട്ടാ. എടാ എന്റെ പാർട്ടി തോക്കാമെങ്കിൽ ഞാൻ പെൺവേഷം കെട്ടി ഇതിലെ കൂടെ ഒരു ദിവസം മൊത്തം നടക്കാന്ന് പറഞ്ഞില്ലേ? തോറ്റെങ്കിലും ഞാൻ എന്റെ വാക്ക് പാലിച്ച് പെൺവേഷം കെട്ടി ഞാൻ ഇവിടെ വന്ന് നിന്നാ. എടാ സുരേഷ്, എടാ എന്നാലും ഇത് വേണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അല്ല നിന്റെയൊക്കെ കുന്തളിപ്പ് എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഞാൻ ഇങ്ങനെ ചെയ്ത്. നാണുമാനം ഇല്ലല്ലോടാ, കാള പോലെ വളർന്നുണ്ടം. എന്തായാലും കേരളത്തിൽ ആര് ജയിച്ചാലും തോറ്റാലും ഭരിച്ചാലും തരുതന്നെ സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല എന്നുള്ള ഇതോടുകൂടി മനസ്സിലായി. കാരണം 2 മണിക്കൂർ ഈ വേഷത്തിൽ നിന്നപ്പം ഞാൻ ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയായിട്ട് ജന്മമെടുത്ത ആ സ്ത്രീകൾ ഒരാഴ്ചക്കാലം മൊത്തം അനുഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അവരെ കൈയെടുത്ത് തൊഴുവണം. എന്താ ഭഗവാനെ, എനിക്ക് എങ്ങനെയെങ്കിലും ഈ പെൺവേഷത്തിൽ നിന്ന് ഇറങ്ങിയ ആൺവേഷമായാ മതിയേ. നിനക്ക് എത്ര പിള്ളേരാന്ന് പറയാ? 3 പെൺപിള്ളേർ. 3 പിള്ളേര്. ഭാര്യ. നീ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്താ അടിപൊളിയായിട്ട് നിനക്ക് ഇപ്പൊ ഷൈൻ ചെയ്യാം. എങ്ങനെ? എടാ KSRTC ബസ്സിൽ പെൺപിള്ളേർക്ക് ഫ്രീ ആണ് ഇപ്പൊ.